ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിംഗ് ആണ്. വാട്ടർമെലൺ പുഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഞാൻ പകുതി തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സീഡ്സൊക്കെ കംപ്ലീറ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അരിക്കത്തില്ല, അതുകൊണ്ട് ഇതിൻ്റെ സീഡ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടുന്നത്. ഇത് അരിക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഈ ഒരു ജ്യൂസ് ഒരു പാത്രത്തിലോട്ട് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2.5 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ കോൺഫ്ലോർ വേണം. അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. പക്ഷേ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പൂണിൽ കുറച്ച് ഇത് എടുക്കുക. എന്നിട്ട് ഇത് താഴേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറേശ്ശെ ഇങ്ങനെ തിക്കായിട്ട് ഇതിങ്ങനെ വീഴും. ഇങ്ങനെ മുറിഞ്ഞ് വീഴും. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറണം. അതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു ബൗളും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഗ്ലാസ് ഇതുപോലെ ചരിച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സാധാ നമ്മുടെ ഗ്ലാസ് നേരെ വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ഒഴിച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ചരിഞ്ഞാണ് ഇത് കിട്ടുക. അപ്പോൾ ഇനി ഇത് ഇതേപോലെ തന്നെ ഈ ബൗളോട് കൂടി തന്നെ ഞാനിത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. 1 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് അളവിലാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പാല് വേണ്ടത് അതിനനുസരിച്ച് പാലിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പാൽ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 സ്പൂൺ പാൽപ്പൊടിയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലൊരു പാൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാൻ അതും 2 സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരത്തെ വാട്ടർമെലൺ ചെയ്തില്ല അതുപോലെ തന്നെ ഈ പാല് നന്നായിട്ട് കുറുക്കിയെടുക്കണം.
അപ്പോൾ നമ്മുടെ പാൽ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ ഫ്ലെയിമൊക്കെ കൂട്ടി കൊടുക്കും. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കും, അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ, നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. ഫാനിൻ്റെ താഴെ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കാറ്റ് കൊണ്ടിട്ട് ഇത് പെട്ടെന്ന് തണുത്തോളും. അപ്പോൾ നമുക്കിതിനി ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ പാല് തണുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെയാണ് കിട്ടുന്നത്. നല്ല കട്ടിക്ക് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കണം, നല്ല ലൂസായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. നല്ല തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ അടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിരുന്ന നമ്മുടെ വാട്ടർമെലൻ്റെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പം റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ പാലിൻ്റെ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് ചരിച്ച് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും 20 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ പുഡിങ് ഇവിടെ കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വാട്ടർമെലണൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് എന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ബെല്ലൈക്കൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. എങ്കിലും ഞാൻ പുതുതായിട്ടൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.